ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. വിവിധ സംസ്ഥാനങ്ങളിലെ പാക് സ്വദേശികളെ കണ്ടെത്താൻ നിർദ്ദേശം നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സിന്ധു നദീജല കരാർ സംബന്ധിച്ച് ഉന്നതതല യോഗം ചേർന്നു. ശ്രീനഗറിൽ സുരക്ഷാസ്ഥിതി വിലയിരുത്തി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പഹൽഗാം ആക്രമണത്തിൽ ഇന്ത്യയ്ക്ക് പിന്തുണ നൽകി കൂടുതൽ ലോക നേതാക്കൾ. ദേശീയ റോസ്ഗാർ മേളയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ 51,000 നിയമന ഉത്തരവുകൾ വിതരണം ചെയ്യും. തിരുവനന്തപുരത്തും കൊച്ചിയിലും തൊഴിൽ മേളകൾ. ISRO മുൻ ചെയർമാൻ കെ കസ്തൂരിരംഗൻ അന്തരിച്ചു. അനുശോചനമറിയിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് രാഷ്ട്രപതി റോമിൽ. കേരളത്തിൽ IT പാർക്കുകളിൽ മദ്യം വിളമ്പാൻ അനുമതി നൽകി സംസ്ഥാന സർക്കാർ. വാർത്തകൾ വിശദമായി. പാകിസ്ഥാൻ പൌരന്മാർക്ക് അനുവദിച്ച വിസ ഇന്ത്യ റദ്ദാക്കിയ സാഹചര്യത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ പാക് സ്വദേശികളെ കണ്ടെത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രിമാർക്ക് നിർദ്ദേശം നൽകി. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഇവരെ പാകിസ്ഥാനിലേക്ക് തിരിച്ചയക്കാനുള്ള നടപടികൾ ഉറപ്പാക്കണമെന്നും ശ്രീ അമിത്ഷാ നിർദ്ദേശം നൽകി. ദീർഘകാല വിസകൾ, നയതന്ത്ര, ഔദ്യോഗിക വിസകൾ ഒഴികെ പാക് പൌരന്മാർക്ക് നൽകിയ എല്ലാ വിസകളും ഇന്ത്യ ഞായറാഴ്ച മുതൽ റദ്ദാക്കിയിരുന്നു. പാക് പൌരന്മാർക്ക് നൽകുന്ന എല്ലാ മെഡിക്കൽ വിസകളും ഈ മാസം 29 വരെ മാത്രമേ സാധുതയുള്ളൂ. റദ്ദാക്കിയ വിഭാഗങ്ങളിൽ പുതിയ വിസകൾ നൽകില്ല. 1960 സിന്ധു നദീജല കരാർ സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ന്യൂഡൽഹിയിലെ വസതിയിൽ ഉന്നതതല യോഗം ചേർന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ സിന്ധു നദീജല കരാർ താൽക്കാലികമായി റദ്ദാക്കിയതിന് പിന്നാലെയായിരുന്നു യോഗം. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ, കേന്ദ്ര ജലശക്തി മന്ത്രി CR പാട്ടീൽ, മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ശ്രീനഗറിലെത്തി. സുരക്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു. ലഫ്റ്റനന്റ് കേണൽ മനോജ് സിൻഹ, ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. ശ്രീനഗർ ആസ്ഥാനമായുള്ള 15 കോർപ്സിന്റെ ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ കരസേനാ മേധാവി വിലയിരുത്തി. നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു. ഭീകരാക്രമണം നടന്ന അനന്തനാഗ് ജില്ലയിലെ പഹൽഗാമിലെ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്താൻ കരസേനാ മേധാവി പഹൽഗാം സന്ദർശിച്ചു. മേഖലയിലെ സുരക്ഷാ സാഹചര്യം സൈനിക കമാൻഡർമാർ കരസേനാ മേധാവിയെ ധരിപ്പിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും നെതർലൻഡ്സ് പ്രധാനമന്ത്രി ഡിക് ഷൂഫും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ടെലിഫോണിൽ വിളിച്ചാണ് ഇരു നേതാക്കളും ഇന്ത്യൻ ജനതയ്ക്ക് പിന്തുണ അറിയിച്ചത്. ഇന്ത്യൻ മണ്ണിൽ നടന്ന ഹീനമായ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട നിരപരാധികൾക്ക് UK പ്രധാനമന്ത്രി അനുശോചനം അറിയിച്ചു. പഹൽഗാമിലെ മനുഷ്യത്വരഹിതമായ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തിൽ നെതർലൻഡ്സ് പ്രധാനമന്ത്രിയും അനുശോചനം രേഖപ്പെടുത്തി. ലോക നേതാക്കളുടെ പിന്തുണയ്ക്കും ഐക്യദാർഢ്യത്തിനും പ്രധാനമന്ത്രി മോദി നന്ദി അറിയിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരായ കേന്ദ്ര സർക്കാർ നടപടികളിൽ കോൺഗ്രസിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകി ലോക്സഭാ പ്രതിപക്ഷ നേതാവും പാർട്ടിയുടെ മുതിർന്ന നേതാവുമായ രാഹുൽ ഗാന്ധി. എല്ലാ പൌരന്മാരും ഭീകരതയ്ക്കെതിരെ ഒരുമിച്ച് നിൽക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. Every single Indian stands united, stands together so that we can defeat what the terrorists were trying to do. It's sad to see that some people are attacking my brothers and sisters from Kashmir and the rest of the country. And I think it's very important that all of us stand together, stand united and fight this nasty action that has been taken and defeat terrorism once and for all. ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണറുമായും മുഖ്യമന്ത്രിയുമായും ശ്രീ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തി. പഹൽഗാമിൽ ഭീകരരുടെ വെടിയേറ്റു മരിച്ച കൊച്ചി ഇടപ്പള്ളി സ്വദേശി N. രാമചന്ദ്രന്റെ സംസ്കാര ചടങ്ങുകൾ ഇടപ്പള്ളി പൊതുശ്മശാനത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മന്ത്രിമാരായ P. രാജീവ്, AK ശശീന്ദ്രൻ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. വടക്കൻ കശ്മീരിലെ ബന്ദിപ്പോര മേഖലയിൽ സുരക്ഷാസേനയും ഭീകരരുമായി ഇന്ന് പുലർച്ചെയുണ്ടായ കനത്ത വെടിവയ്പിൽ ഭീകരസംഘടനയുമായി ബന്ധമുള്ള ഒരാൾ കൊല്ലപ്പെട്ടു. ലഷ്കർ ഇ തൊയ്ബയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന അൽതാഫ് അലിയാണ് കൊല്ലപ്പെട്ടത്. അതേസമയം നിയന്ത്രണ രേഖയിലെ വിവിധ ഭാഗങ്ങളിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. വടക്കൻ കശ്മീരിലെ കുപ്വാര ജില്ലയിലെ നിയന്ത്രണ രേഖയിലാണ് പാകിസ്ഥാൻ സേന വെടിനിർത്തൽ കരാർ ലംഘിച്ചത്. നൌഗാവ്, രജൌരി, പൂഞ്ച് എന്നിവിടങ്ങളിലും വെടിനിർത്തൽ ലംഘനം ഉണ്ടായി. ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു.
15ാമത് ദേശീയ റോസ്ഗാർ മേളയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ 51,000 നിയമന ഉത്തരവുകൾ കൈമാറും. രാവിലെ 11-ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് ചടങ്ങ്. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരത്തും കൊച്ചിയിലുമടക്കം രാജ്യത്തെ 47 സ്ഥലങ്ങളിൽ 15ാമത് തൊഴിൽ മേളകൾ നടക്കും. തിരുവനന്തപുരത്ത് ആദായനികുതി വകുപ്പ് സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി കമലേഷ് പാസ്വാൻ മുഖ്യാതിഥിയാകും. എറണാകുളത്ത് നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. സുതാര്യവും കാര്യക്ഷമവും സമഗ്രവുമായ നടപടികളിലൂടെ വഖഫ് ബോർഡുകളെ ആധുനികവൽക്കരിക്കാനാണ് വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവന്നതെന്ന് സുപ്രീംകോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ കേന്ദ്ര സർക്കാർ. സ്വകാര്യ സർക്കാർ സ്വത്തുക്കൾ കയ്യേറുന്നതിന് വഖഫ് വ്യവസ്ഥകൾ ദുരുപയോഗം ചെയ്യപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയം സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. വഖഫ് ബോർഡുകളിൽ ഭൂരിഭാഗവും സുതാര്യമല്ലാത്ത രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും കേന്ദ്രം കോടതിയിൽ അറിയിച്ചു. കൂടുതൽ വാദം കേൾക്കുന്നതിനായി കേസ് മെയ് 5 മാറ്റി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ISRO മുൻ ചെയർമാനും ഇന്ത്യയുടെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രധാന ശില്പിയുമായ ഡോക്ടർ കെ കസ്തൂരിരംഗൻ ബംഗളൂരുവിൽ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. ISRO ചെയർമാനായിരുന്ന ഡോക്ടർ കസ്തൂരിരംഗൻ ഇന്ത്യയുടെ സുപ്രധാന ഉപഗ്രഹ വിക്ഷേപണ വാഹനമായ PSLV വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. ജവഹർലാൽ നെഹ്റു സർവകലാശാലയുടെ ചാൻസലറായും കർണാടക നോളജ് കമ്മീഷൻ ചെയർമാനായും ഡോക്ടർ കസ്തൂരിരംഗൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഗവേഷണത്തിനും പഠനത്തിനും പിന്തുണ നൽകിയ ബംഗളൂരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ഡയറക്ടറായിരുന്നു. 2003 മുതൽ 2009 വരെ രാജ്യസഭാംഗവുമായിരുന്നു. കസ്തൂരിരംഗന്റെ നിര്യാണത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതിയുടെ പരിണാമത്തിൽ മികച്ച പങ്കുവഹിച്ച കസ്തൂരിരംഗൻ ഇന്ത്യയുടെ ശാസ്ത്ര വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖ വ്യക്തിത്വമാണെന്ന് രാഷ്ട്രപതി അനുസ്മരിച്ചു. കസ്തൂരിരംഗന്റെ ദീർഘവീക്ഷണമുള്ള നേതൃത്വവും രാജ്യത്തിന് നൽകിയ നിസ്വാർത്ഥ സംഭാവനയും എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ നാളെ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30-ന് റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിൽ നടക്കും. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടക്കുന്ന പൊതുദർശനത്തിൽ പോപ്പിന് ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ച രാഷ്ട്രപതി ദ്രൌപദി മുർമു റോമിലെത്തി. കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജു, ജോർജ് കുര്യൻ തുടങ്ങിയവരും രാഷ്ട്രപതിക്കൊപ്പമുണ്ട്. കേരളത്തെ പ്രതിനിധീകരിച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ ചടങ്ങിൽ പങ്കെടുക്കും. ഇന്ത്യ അതിവേഗം വളരുന്ന സാമ്പത്തിക ശക്തിയാണെന്നും അടിസ്ഥാന സൌകര്യത്തിൽ മുന്നേറ്റം തുടരുന്നതായും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. കേന്ദ്ര, സംസ്ഥാന, സ്വകാര്യ കോളേജുകളുടെയും സർവകലാശാലകളുടെയും വൈസ് ചാൻസലർമാരുടെ 2 ദിവസത്തെ സമ്മേളനം ഊട്ടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. IMF says India is a global destination of investment and opportunity. We need to tell our youth this accreditation, this validation is not for government jobs. It is for the opportunities that are in the basket of youth. സംസ്ഥാനത്ത് IT പാർക്കുകളിൽ മദ്യം വിളമ്പാനുള്ള അനുമതി നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. സർക്കാർ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന IT പാർക്കുകൾക്കും സ്വകാര്യ IT പാർക്കുകൾക്കും ലൈസൻസിന് അപേക്ഷിക്കാം. മുതലപ്പുഴയിൽ കഴിഞ്ഞ 10 ദിവസമായി മണൽ കൊണ്ട് മൂടിയ പൊഴി മുറിച്ചു. മണൽ നീക്കം വേഗത്തിലാക്കുന്നതിനായി ഡ്രഡ്ജർ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചിരുന്നു. പൊഴി അടഞ്ഞതോടെ വെള്ളക്കെട്ടിലായ സമീപ പ്രദേശങ്ങളിൽ നിന്നും 2 ദിവസത്തിനകം വെള്ളം ഇറങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്നത്തെ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടുന്നു. ടോസ് നേടിയ ഹൈദരാബാദ് ചെന്നൈയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. കേരളത്തിൽ അടുത്ത 5 ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം എന്നീ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ഈ വർഷം അവസാനത്തോടെ മലേറിയ മുക്തമാകാനൊരുങ്ങി കംബോഡിയ. 2024-ൽ 355 കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തതെന്നും മുൻ വർഷത്തെ അപേക്ഷിച്ച് 75% കുറവാണുണ്ടായതെന്നും കംബോഡിയൻ പ്രധാനമന്ത്രി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിവിധ സംസ്ഥാനങ്ങളിലെ പാക് സ്വദേശികളെ കണ്ടെത്താൻ നിർദ്ദേശം നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സിന്ധു നദീജല കരാർ സംബന്ധിച്ച് ഉന്നതതല യോഗം ചേർന്നു. ശ്രീനഗറിൽ സുരക്ഷാസ്ഥിതി വിലയിരുത്തി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പഹൽഗാം ആക്രമണത്തിൽ ഇന്ത്യയ്ക്ക് പിന്തുണ നൽകി കൂടുതൽ ലോക നേതാക്കൾ. ദേശീയ റോസ്ഗാർ മേളയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ 51,000 നിയമന ഉത്തരവുകൾ വിതരണം ചെയ്യും. തിരുവനന്തപുരത്തും കൊച്ചിയിലും തൊഴിൽ മേളകൾ. ISRO മുൻ ചെയർമാൻ കെ കസ്തൂരിരംഗൻ അന്തരിച്ചു. അനുശോചനം അറിയിച്ച രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ.
ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് രാഷ്ട്രപതി റോമിൽ. കേരളത്തിൽ IT പാർക്കുകളിൽ മദ്യം വിളമ്പാൻ അനുമതി നൽകി സംസ്ഥാന സർക്കാർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.